നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ പല കാര്യങ്ങളും സംഭവിക്കാം. പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ സംഭവിക്കാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കുന്നത്. ഏവരും തന്നിരിക്കുന്നതായ ഈ 2 പുഷ്പങ്ങളിൽ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തെ പുഷ്പം ചെമ്പരത്തിയാകുന്നു, രണ്ടാമത്തെ പുഷ്പം മഞ്ഞ ചെമ്പരത്തിയാകുന്നു. ഈ 2 ചെമ്പരത്തികളിൽ ഒരു ചെമ്പരത്തി നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു ചെമ്പരത്തി തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ചെമ്പരത്തിയായ ചുവന്ന ചെമ്പരത്തിയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം. എന്നാൽ പെട്ടെന്ന് തന്നെ അത് സംഭവിക്കണം എന്നില്ല. അല്പം കാലതാമസവും നേരിടാവുന്നതാണ്. അതിനാൽ തന്നെ കാലതാമസം നേരിടുമ്പോൾ ആ ആഗ്രഹം നടക്കില്ല എന്ന് ചിന്തിക്കുവാൻ പാടുള്ളതല്ല. അത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിലെത്തും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ആഗ്രഹിച്ച കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ തന്നെ കലാശിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ചില അസ്വസ്ഥതകൾ അത് ഒഴിവാക്കുവാൻ സാധിക്കുകയും ചില കാര്യങ്ങൾ അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുകയോ ചെയ്യാം. കൂടാതെ ഈ സമയം യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതായ ഇത്തരം കാര്യങ്ങൾ അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. എന്നാൽ എടുത്തു ചാടി ഒരു കാര്യവും ഇപ്പോൾ ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിലൂടെ പല ദോഷകരമായ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ ചിന്തിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക. ഏത് കാര്യവും വിശദമായി പഠിച്ചതിന് ശേഷം തീരുമാനങ്ങൾ കൈക്കൊള്ളുക. പെട്ടെന്ന് തന്നെ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ പഠനം, ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. അത്തരത്തിൽ ചില മാറ്റങ്ങൾ ഇപ്പോൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇപ്പോൾ ചെയ്യുന്നതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണഫലങ്ങൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഇപ്പോൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന ലാഭങ്ങളിൽ മതിമറക്കുവാൻ പാടുള്ളതല്ല. ചിന്തിച്ച് തന്നെ പിന്നീടും പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പലപ്പോഴും പല കാര്യങ്ങളും ഓർത്ത് വിഷമിക്കുന്നവരാണ് നിങ്ങൾ. മുൻപ് കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ അതോർത്ത് വിഷമിക്കുന്നവരാണ് എന്ന് പറയാം. എന്നാൽ ഇത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകളെ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ ജീവിതത്തിൽ വന്നു ചേരേണ്ട പല ശുഭകരമായ കാര്യങ്ങളും തടസ്സപ്പെടുവാൻ അത് കാരണമായി തീരും. അതിനാൽ അത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ സമയം ഉചിതമല്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളാകാം. ഗുരുവിനെ ലഭിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ സുഹൃത്ത്, പങ്കാളി, ഇത്തരം വ്യക്തികളെ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയമുണ്ട്. അതിനാൽ തന്നെ ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ലഭിക്കുന്നതായ മാർഗനിർദ്ദേശങ്ങൾ അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് തന്നെ നിങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി മാറും. സ്വന്തമായി വിശകലനം ചെയ്ത് ഏത് കാര്യവും ചെയ്യുക. കുടുംബവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന വിഷമങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ ക്ലേശങ്ങളുണ്ട് എങ്കിൽ ക്രമേണ അത്തരം കാര്യങ്ങൾ അനുകൂലമാക്കാം. കടബാധ്യതകൾ ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ നിങ്ങൾക്ക് മറ്റു വ്യക്തികളെ
നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുകയും നിങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. തടസ്സങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമത്തെ ചെമ്പരത്തിയായ മഞ്ഞ ചെമ്പരത്തിയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഭാവിയെക്കുറിച്ച് പല കാര്യങ്ങളും ആലോചിച്ച് ടെൻഷൻ നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറയാം. അത് നിങ്ങളെക്കുറിച്ച് തന്നെ ആകണം എന്നില്ല. സന്താനങ്ങളോ അല്ലെങ്കിൽ പങ്കാളി അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ടാകാം, കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചാകാം. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ, അതായത് നിങ്ങൾ പ്രതികൂലമാകും എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അഥവാ ഈശ്വര കടാക്ഷം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ വന്നു ചേരേണ്ട അപകടങ്ങൾ പോലും, ദോഷകരമായ ചില ഫലങ്ങൾ പോലും ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ, ആത്മധൈര്യം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. മനഃപൂർവ്വമായി തന്നെ പല വ്യക്തികൾക്കും നിങ്ങൾ സഹായം ചെയ്തിട്ടുള്ളവരാകുന്നു, അതായത് മനസ്സറിഞ്ഞ് സഹായം ചെയ്തിട്ടുള്ളവരാകുന്നു. എന്നാൽ അവരിൽ നിന്നും പലപ്പോഴും നിങ്ങൾ തിരികെ സഹായം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചാലും അത് കൃത്യമായ സമയത്ത് തന്നെ ലഭിക്കണം എന്നില്ല. അത് മുൻകൂട്ടി കണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അഥവാ അവരിൽ നിന്നും തിരികെ നിങ്ങൾക്ക് സഹായം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ സമയത്ത് തന്നെ ലഭിക്കണം എന്നില്ല. അത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. അല്പം ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ, അത് സാമ്പത്തികരമോ അല്ലാതെ ഉള്ള ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ദുരിതങ്ങൾ എല്ലാം പെട്ടെന്ന് മാറും എന്ന് പറയുന്നില്ല. എന്നിരുന്നാലും ക്രമേണ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില മാറ്റങ്ങൾ വന്നു ചേരാം. ശത്രുദോഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പിന്തുടർന്നു വരുന്ന ഇത്തരം ദോഷങ്ങളെ എപ്രകാരം തരണം ചെയ്യണം എന്ന് ഈശ്വരാധീനം ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യം വരികയും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. അതിനാൽ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക. ഈ സമയം മറ്റുള്ളവർ പറയുന്നതായ കാര്യങ്ങൾ അത് നിങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തികപരമായ ചില പ്രയാസങ്ങൾ, ചില തിരിച്ചടികൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധ്യത, അല്ലെങ്കിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ നഷ്ടങ്ങളെ തരണം ചെയ്യുവാൻ ചില വഴികൾ, ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ഒരു വ്യക്തിയെ അമിതമായി നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ വ്യക്തിയിൽ നിന്നും തിരിച്ചടി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാവുകയോ അല്പം മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ അനുകൂലമാവുകയോ ചെയ്യാം. തുടക്കത്തിൽ തന്നെ ചില കാര്യങ്ങൾ പ്രതികൂലമായി എന്ന് വരാം. അതിനർത്ഥം ആ കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് അനുകൂലമാകില്ല എന്നല്ല, നിങ്ങൾക്ക് അത് അനുകൂലമാവുക തന്നെ ചെയ്യും. എന്നാൽ അല്പം ശ്രദ്ധയോടെ തന്നെ, കഠിനാധ്വാനത്തോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വലിയ മാറ്റം തന്നെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ ചില സൂചനകൾ, മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില നഷ്ടങ്ങൾ, വന്നു ചേരേണ്ടതായ നഷ്ടങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ പല കാര്യങ്ങളിലും അല്പം സമയം നൽകി പ്രവർത്തിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. തിടുക്കപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. അർഹിക്കുന്നതായ അംഗീകാരം, പരിഗണന നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. മറ്റുള്ളവരിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ തടസ്സങ്ങൾ അത് താൽക്കാലികമാണ് എന്ന വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് വേണം.